ചെമ്മീനുണ്ട്, മോതയുണ്ട്, കൊഴുവയുണ്ട്, അങ്ങനെ ഒരുപാട് സൈസ് മീനുകളുണ്ട് കേട്ടോ. അപ്പൊ സുഹൃത്തുക്കളെ, ഞാനെന്നുള്ള മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാളിലാട്ടോ വന്ന ഒരു ഷോപ്പ് പരിചയപ്പെടുത്താം. നമ്മളിവിടെ എന്തൊക്കെയാ ചെയ്യണത്? അബാദിന്റെ സ്നാക്സ് ഐറ്റം ആണ്. ആ, കട്ട്ലേറ്റ് ഉണ്ട്, കട്ട്ലേറ്റ്, ഫിഷ് ഫിംഗർ ഉണ്ട്, നഗറ്റ്സ്, സോസേജ്, ചിക്കന്റെ സ്പ്രിംഗ് റോള്, അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. ഇതിപ്പോ നമ്മളിപ്പോ കട്ട്ലേറ്റ് ആക്കി വെച്ചേക്കണല്ലേ? ഇനിയിപ്പോ കൊണ്ടുപോയിട്ട് നമ്മൾ എണ്ണയിലേക്ക് ഇട്ടാ മതിയോ? എണ്ണയില് നല്ല തെളിച്ച എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. വേറെ ഒന്നും ചെയ്യാനില്ല, എല്ലാം ഇതിന്റെ അകത്ത് സെറ്റ് ആണ്. എയർ ഫ്രയറിൽ നമ്മൾ പൊരിച്ചെടുക്കാം. ഇത് സമൂസയാണ്, മീറ്റിന്റെ ആണ്. ഇത് സമൂസ മീറ്റാ. ഇത് മൂന്ന് എണ്ണയിൽ പൊരിച്ചെടുത്താൽ കോയിൻ പൊറോട്ട നമ്മള് ഇതന്നെ കോയിൻ പൊറോട്ടയാ. ഇതൊക്കെ അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ചെയ്ത് ചുമ്മാ കൊണ്ടുപോയിടുവോ? എണ്ണയിലേക്ക് ഇടുക? ഇത് എണ്ണയിൽ ഇടുവല്ല, ഇത് തിരിച്ചു മറിച്ച് ചൂടാക്കി എടുത്താൽ ചപ്പാത്തി ചുടുമ്പോൾ എടുത്താൽ മതി. ഇത് അതുപോലെ നൂൽ പൊറോട്ട, ഇത് സാധാ നൂൽ പൊറോട്ട. ഇത് നമ്മള് ചൂടാക്കി എടുത്തിട്ട് അടിച്ചെടുത്താൽ മതി. പൊറോട്ടയുടെ പച്ച ബോളാണ്, പച്ച ബോള്. അപ്പൊ സാധാരണ മതി, കൊണ്ടുപോയിട്ട് അടിച്ചെടുത്താൽ മതി. ഇത് മോമോസ് ചിക്കന്റെ. ഇത് ചിക്കന്റെ മോമോസാട്ടോ. നമ്മള് ആവിയേറ്റെടുക്കാം, ആവിയേറ്റെടുക്കാം, എണ്ണയിലിട്ട് ഇതാക്കി എടുക്കാം. ഇത് ചിക്കന്റെ ചിക്കൻ കീബ്സ് എന്ന് പറയും. ചിക്കൻ കീബ്സാ. ഇത് ബോളാണ് അല്ലേ? ഇതും അങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യാനില്ല. ഇല്ല, എണ്ണയിൽ പൊരിച്ചെടുത്താൽ മതി. ഇത് മോണം പൊറോട്ട, മലബാർ പൊറോട്ട എന്ന് പറയും. മലബാർ പൊറോട്ട ഇതിന്റെ പ്രത്യേകത എന്നാ? ഇത് മോണം ചൂടാക്കി എടുത്താൽ മതി. ഇത് ഒനിയൻ റിംഗ് ആണ്. ഒനിയൻ റിംഗ് നമ്മള് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. ഇതൊക്കെ സാധനം വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കാം. വെജിറ്റബിൾ ആണുള്ളൂ. അതിന്റെ തന്നെ കബാബ് എന്ന് പറഞ്ഞ കബാബ്. അപ്പൊ ഇതൊക്കെയോ? ഇതൊക്കെ വെജിറ്റബിൾ സാധനമാണ്. നമ്മൾ കുറുമയൊക്കെ ഉണ്ടാക്കാം, വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാൻ എല്ലാം മിക്സ് ചെയ്ത് കൊണ്ടുപോയി ചട്ടിയിലേക്ക് ഇട്ടാൽ മതി, കറി വെച്ചാൽ മതി. ഇത് ബ്രൊക്കോളി. ഇത് ബ്രൊക്കോളിയിലാ. ഇതൊക്കെ അങ്ങനെ ചെയ്യാം. ഇത് ഗ്രീൻ പീസ്. ഗ്രീൻ പീസ്, കോളിഫ്ലവർ. ഇത് സംഭവം വേറെ ലെവലാണുള്ളത്. എല്ലാ ഐറ്റം ഉണ്ടല്ലോ. ഇത് ഫ്രഞ്ച് ഫ്രൈസ്. ഇത് ഫ്രഞ്ച് ഫ്രൈസ് 2.5 കിലോ. 2.5 കിലോന്റെ അല്ലേ? അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ മീറ്റ്, ഫിഷ്, വെജിറ്റബിളിലൊക്കെ ഉണ്ട് കേട്ടോ. ഗോദ്രേജിന്റെ ഇതെന്താ ഐറ്റം? ഇത് ബർഗറിന്റെ ഉള്ളിൽ വെക്കണ പാറ്റി. പോപ്സ് ഉണ്ട്, നഗറ്റ്സ് ഉണ്ട്, സോസേജ് ഉണ്ട്. ഇത് പെപ്പറാണ്. ഇത് ഗ്രീൻ ചില്ലി. ഗോദ്രാജിന്റെ ഒരുപാട് ഐറ്റം ഉണ്ടല്ലോ. ഗോദ്രാജിന്റെ മാംഗോ പൾപ്പാട്ടോ. അപ്പൊ ഇവർക്ക് സ്നാക്സ് മാത്രമല്ല കേട്ടോ, അതെ ഫിഷും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, അതെ കൂന്തല്, അതുപോലെ തന്നെ നെയ്മീന്, ചെമ്മീനുണ്ട്, മോതയുണ്ട്, കൊഴുവയുണ്ട്, അങ്ങനെ ഒരുപാട് സൈസ് മീനുകളുണ്ട് കേട്ടോ. കൂടാതെ ഞണ്ടും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതെ അബാദിന്റെ ഫുൾ ചിക്കനും ഉണ്ട്, പിന്നെ മട്ടൻ ഉണ്ട്, ബീഫ് ഉണ്ട്. തന്നെയുമല്ല MRP-യെക്കാളും വില കുറവാട്ടോ ഇവിടെ. ഇത് KPF കമ്പനിയുടെ ലെഗ് പീസ് ആണ്. ചിക്കന്, ചിക്കന്റെ. ഇത് ക്യൂബ്. ഇത് കറിക്കട്ട്. ഇത് കറിക്കട്ട. ഇത് ബ്രസ്റ്റ്. അങ്ങനെ എല്ലാ ഐറ്റം തന്നെ ഇതുണ്ട്. അപ്പൊ ചിക്കൻ ലോലിപോപ്പ് ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഗ്രേവി ഐറ്റംസ് ആണിത്. ഗ്രേവി. ഇത് ഫിഷിന്റെ കോക്കനട്ട് കറി. കോക്കനട്ട് പാലൊഴിച്ച് വെച്ച്, തേങ്ങാപ്പാലൊഴിച്ച് വെച്ച് വെക്കുന്ന കറി ഇല്ലേ, അതിനുള്ള ഗ്രേവിയാണ്. ഇത് ബട്ടർ മസാല. അതെ, അതുപോലെ തന്നെ ബട്ടർ മസാല ഉണ്ട്. ഇതുകൊണ്ട് ചെട്ടിനാട് ചിക്കൻ കറി വരെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ജോസ് ബ്രദേഴ്സിന്റെ ഡ്രൈ ക്ലീനിങ് കളക്ഷൻ സെന്റർ ആണ്. ഞങ്ങള് 9 വർഷമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഇതിനോട് ഒന്നിച്ച് ഈ അബാദിന്റെ ഫ്രോസൺ ഐറ്റംസ് കഴിഞ്ഞ ഒക്ടോബർ തൊട്ട് ഞങ്ങൾ തുടങ്ങിയതാണ്. അപ്പൊ അബാദിന്റെ പ്രോഡക്റ്റ് കാരണം ഹലാലും ആട്ടോ. അപ്പൊ ഈ ജോസ് ബ്രദേഴ്സിന്റെ ലൊക്കേഷൻ വരുന്നത് മൂവാറ്റുപുഴ ഗ്രാൻഡ് സെന്റർ മാൾ, അതായത് പാർക്കിംഗ് ബേസ്മെന്റില്.